കരയണോ ചിരിക്കണോ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നൊരു പേഴ്സണാണ് ഞാൻ. ഈ ഒരു വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, ക്ലിയർ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എൻ്റെ കയ്യിലുള്ളൊരു സാധാരണ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഈ കടിക്കുന്ന പട്ടീനെ പൈസ കൊടുത്ത് വാങ്ങുക എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ആണല്ലോ, അതാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു യൂട്യൂബ് ഫീഡിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഒരു മൈക്ക്, ഒരു നല്ല ക്യാമറ, ഇല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ടേ നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രീം ചെയ്യത്തുള്ളൂ. സോ അതുപോലെ തന്നെ ഞാൻ നിന്നപ്പോൾ എനിക്ക് ഏറ്റവും ഫേസ് ചെയ്തൊരു കാര്യമാണ് ഒരു മൈക്ക് വാങ്ങുക എന്നുള്ളത്. അത് ഞാൻ EMI ഇട്ടിട്ട്, എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഇതുവരെയായിട്ടും വരുമാനം കിട്ടിയിട്ടില്ല, ഒരു വലിയ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. എന്നിട്ട് ഞാനൊരു മൈക്ക് വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും യൂട്യൂബിൽ കരിയറിൽ നിൽക്കുമ്പോൾ എല്ലാവരും നമ്മൾ ആലോചിക്കുന്ന ഒരു ഫോൺ, അല്ലെങ്കിൽ ഒരു ഐഫോൺ വാങ്ങുക. ഇപ്പം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളുടെ ആ ഒരു ലെവലിനനുസരിച്ചിട്ട് നമ്മൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഐഫോൺ. ഇപ്പോഴും പല കുട്ടികളും മറ്റുള്ളവരും യൂട്യൂബിൽ നോർമൽ ഒരു ഫോൺ വെച്ച് തുടങ്ങിയ ആൾക്കാരെല്ലാം, കാരണം നമുക്ക് ക്യാമറ വാങ്ങുന്നതിനെ വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കും സെൽഫായിട്ട് യൂസ് ചെയ്യാം. കാരണം നമുക്കൊരു നല്ല ഫോൺ വേണമല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും ഐഫോൺ എന്നൊരു, കാരണം നമുക്ക് കൊണ്ട് കിടക്കാൻ എളുപ്പമുണ്ട്, യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്, അതൊക്കെ കരുതി വാങ്ങുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടിരുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് വാങ്ങിയ ഒരു ഐഫോണാണ് 14 Pro Max. ഇത് വാങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം അടുപ്പിച്ചാവാറായി. ആ ഒരു ടൈമിൻ്റെ ഇടയിൽ 1.5 വർഷം അടുപ്പിച്ചാവാൻ പോകുന്നു. ഓക്കെ, അത്രേ ആയിട്ടുള്ളൂ. വാങ്ങിയ ഒരു ഫോണാണിത്. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഞാൻ ഇത് ഫുള്ള് നിങ്ങൾ ലൈറ്റ് അടിച്ച് കാണുമായിരിക്കും, കാരണം എനിക്ക് നന്നായിട്ട് ഗ്ലെയർ അടിക്കുന്നുണ്ട്. ഫുള്ള് പച്ച സ്ക്രീനിൽ ഇതാണ് എൻ്റെ ഫോണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണിട്ടില്ല. ഞാനിത് വെള്ളത്തിൽ മുക്കി, ഇന്നേ വരെ ഞാനിത് വെള്ളത്തിൽ മുക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അനുഭവിക്കുന്നവർ ഇങ്ങനെ, ഇതൊന്നും ഒരു വാർത്തയായിട്ടോ ഭയങ്കര ഇഷ്യൂ ആയിട്ടോ, ഞാൻ ഇതിന് ശേഷം യൂട്യൂബിൽ കയറി പല വീഡിയോസ്, തമിഴ്നാട് തൊട്ട് നമ്മൾ ഹിന്ദിയിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അതിൽ നമ്മളെ മലയാള യൂട്യൂബേഴ്സും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പലർക്കും പല റീപ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇഷ്യൂ ഡയറക്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട് പോലും വാറണ്ടി, എനിക്കിപ്പം ഇതറിയാം 1 year ആണ് വാറണ്ടി അണ്ടർ കവറേജിലല്ല. സോ കൊണ്ട് ചെല്ലുമ്പോഴും, ഞാനിപ്പോൾ സർവീസ് സെൻറ്ററിൽ കൊണ്ട് ചെല്ലുമ്പോഴും എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളൊരിത്, കാരണം വാറണ്ടിയിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ലൈൻ വീണതേ ഉള്ളൂ. ജസ്റ്റ് ലൈൻ വീണപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ റീസൺ, അവൻ്റെ കയ്യിൽ വാങ്ങിയ ബില്ല് വരെ ഉണ്ട്. ചാർജർ ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായത്. കാരണം വേറൊരു റീസണും പറയാനില്ലാതെ അവർ പറഞ്ഞൊരു കേസാണ്, ചാർജർ നിങ്ങൾ യൂസ് ചെയ്ത ചാർജർ ഒറിജിനൽ അല്ല. അവൻ്റെ കയ്യിൽ ആ ചാർജർ വാങ്ങിയതിൻ്റെ ബില്ല് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞ റീസണാണിത്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാവരും ചെയ്യുന്നത്, എല്ലാവർക്കും ഒരുപാട് ഡേറ്റാസ്, ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഡേറ്റാസ്, എൻ്റെ സോഷ്യൽ മീഡിയാസ്, പല സാധനങ്ങളും. എനിക്കൊരു ലാപ്ടോപ്പ് ഇല്ല. സോ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു. ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തിരുന്നത് eSIM ആണ് ചെയ്തിരുന്നത്. അപ്പം അതൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഞാൻ ബുദ്ധിമുട്ടുകളെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. മെയിനായിട്ട് നമ്മളുടെ ഡേറ്റ നമുക്ക് പെട്ടെന്ന്, നമ്മുടെ അല്ലെങ്കിൽ ഓഫീസിൽ വർക്കുള്ളവരും മറ്റുള്ളവരും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് എന്തെങ്കിലും ചെയ്തിട്ട് റെഡിയാക്കുക. അങ്ങനെയാണെങ്കിൽ ഔട്ട്സൈഡ് ഒരുപാട് ഷോപ്പുകളുണ്ട്, അവിടെ പോയാലും നമുക്ക് നോർമലി ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ അവർ പറയുന്നത് ചിലപ്പോൾ ഡിസ്പ്ലേ മാറുക, 30,000-40,000 രൂപ തരിക. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തൊരു ഫോണാണ്, ഒരു ബ്രാൻഡിനെ വിശ്വസിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫോൺ. ഞാൻ ഇതിന് മുന്നേ വരെ സാംസങ്ങിൻ്റെ നോട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മൾ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് അവർ പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോൺ ഞാൻ റിപ്പയർ ചെയ്താൽ പോലും അതുപോലും ഞാൻ ഫീഡ്ബാക്ക് കേട്ടു, 1 മാസം കഴിയുമ്പോൾ ഇതേ സെയിം ഇഷ്യൂ വന്നവരുണ്ട്. പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ല. പിന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇത്രയും എമൗണ്ടാണ്. സാംസങ്ങിൻ്റെ സംഭവത്തിലെടുത്താൽ പോലും നമ്മൾ ഇത്രയും ഒരു പ്രോബ്ലം ഉണ്ടായ ഒരു ലൈൻ വീണിട്ട് പോലും അവരത് ഏൽക്കുന്നുണ്ട്. ഒരു പ്രോബ്ലം വരുമ്പോഴും അവരത് ഏൽക്കുന്നുണ്ട്. അത്രയും ഫോൺ നമ്മളിപ്പോൾ ഒരു 23 ഒക്കെ നമ്മൾ അൾട്രയൊക്കെ വാങ്ങുന്നവർ, അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഐഫോൺ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്നവരാണ്. സെയിം ഈ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചെന്ന് ചെറിയ മിസ്റ്റേക്ക്, ഇല്ലെങ്കിൽ 10 രൂപയോ 15 രൂപയോ കൊടുത്തിട്ട് പെട്ടെന്ന് ശരിയാക്കി അവരുടെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് എല്ലാ യൂസേഴ്സും ചെയ്യുന്നത്. ഞാനിപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിരിക്കുന്ന ഞാൻ ഇനി ഇതിൻ്റെ അകത്തൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് റെഡിയാക്കേണ്ട കാര്യം എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണതല്ല. നമുക്ക് തറയിൽ വീണിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാട്ടറിൽ വീണു, അതൊക്കെ നമുക്ക് ആശ്വസിക്കാം. ഓക്കെ, ഇങ്ങനെ പറ്റിയതാണ്, നമ്മുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കിലാണ് ഇത്രയും ഞാൻ ഫേസ് ചെയ്തത്. ഇതങ്ങനെ ഒന്നും ഫേസ് ചെയ്യാണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്
ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും കാരണമുണ്ടോ? നമുക്കും ഇതൊരിക്കലും ആപ്പിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു കേസിലും അവർ അക്സെപ്റ്റ് ചെയ്യുകയോ അവരുടെ പ്രോബ്ലമാണെന്ന് സമ്മതിക്കുകയോ ഒന്നും ഒരു കേസിലും അവർ ചെയ്യത്തില്ല. കാരണം അതൊന്നും അവരുടെ പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇത്രയും പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്, ബാക്കി എല്ലാ ബ്രാൻഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഐഫോൺ എടുക്കുന്നത് റീസെയിൽ വാല്യൂ കണ്ടിട്ടാണ്. നമുക്കിപ്പം എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഫോൺ വാങ്ങി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്തതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഞാനും ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. നമുക്ക് റീസെയിൽ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഒരു S23 ഒക്കെ ഇപ്പം വില പിടിച്ച് നിർത്തുന്നുണ്ടെങ്കിലും ഐഫോണൊക്കെ ഇതിന് മുന്നേ നമുക്കത് കൊടുക്കുമ്പോഴൊരു നല്ല വില കിട്ടും. അത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി EMI ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനും ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ 16 അപ്ഗ്രേഡ് ചെയ്തെടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനും ഇരുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ പ്രോബ്ലം അനുഭവിച്ചിട്ട് ഡയറക്റ്റ് പോയിട്ട്, ഇപ്പോൾ എനിക്കിത് എന്താ പറയുക, ഞാനിപ്പം ലീഗൽ സൈഡിൽ നിന്ന് പോയി എനിക്കിത് മാക്സിമം എന്താ പറയുക, ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ അതിന് കുറിച്ചൊക്കെ എനിക്ക് കുറച്ചുകൂടി ഡേറ്റാസ് വേണം, ഡീറ്റെയിൽസ് വേണം. പക്ഷേ ഈ ഐഫോൺ എടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ തന്നെ അത് ആലോചിച്ച് നോക്കുക. ഞാനിപ്പം അത് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സഫർ ചെയ്യുന്നത് ക്യാമറ ക്വാളിറ്റി ബെറ്ററാണ്. നമുക്കൊരു വീഡിയോ ക്രിയേഷന് ക്യാമറ ക്വാളിറ്റിയിൽ വെച്ച് നോക്കുമ്പം ഐഫോൺ എന്ന് പറയുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. മറ്റ് സൈഡെല്ലാം നമ്മൾ മാറ്റി നിർത്തി ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐഫോൺ ചൂസ് ചെയ്യുന്നത്. സോ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇങ്ങനെ ബാറ്ററി ഡൗൺ ആയി പോകുന്ന വേറെ ഏത് ഫോണുണ്ട്? എല്ലാ ഫോണിനും ഉണ്ടാവും ഒരു ടൈം പീരീഡിൽ. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാസ്റ്റായിട്ടാണ് ബാറ്ററി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 80 ഒക്കെ ആവുന്നതിന് മുന്നേ നമ്മളിത് സെല്ല് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു നല്ല മാർക്കറ്റ് വില കിട്ടത്തില്ല. സോ അതിന് മുന്നേ നമ്മളിത് സെല്ല് ചെയ്യണം, അടുത്തത് എടുക്കണം. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടാണ് ഒരു ബ്രാൻഡ് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും സഹിച്ച് നമ്മൾ എടുക്കുന്നത്. എന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പിന്നെ ഐഫോൺ ബാധിക്കുന്നൊരു കാര്യമാണ് നമുക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും നമുക്ക് വാറണ്ടി ഓപ്ഷൻ എവിടെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പോലും നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. അത് സത്യം പറഞ്ഞാൽ ഒരു കള്ളത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം സാംസങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സാംസങ് ഏത് കൺട്രിയിൽ നിന്നാണോ നമ്മൾ എടുക്കുന്നത് അവിടുത്തെ വാറണ്ടി മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഇത് നമുക്ക് എവിടെയാണെങ്കിലും വാറണ്ടി തരുമെന്നാണ് അവർ പറയുന്നത്. അതും അങ്ങനെയൊന്നും അല്ല. അതൊന്നും നമ്മൾ കാര്യത്തോടടുത്ത് ഈ സാധനം കൊണ്ടുചെല്ലുന്ന സമയത്ത് അവർ വാറണ്ടിയുടെ കാര്യത്തിലൊന്നും ഈ ഒരു സംഭവം ഒന്നും പറയത്തില്ല. അത് വേറൊരു സത്യമാണ്. ഞാനിപ്പം 30,000 രൂപയുടെ ഫോണെന്നല്ല, നിങ്ങൾക്കിപ്പം സത്യം പറഞ്ഞാൽ വേറെ പല ബ്രാൻഡിലേക്ക് പോയി കഴിഞ്ഞാലും ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡിൽ ഞാനിപ്പം അത്രയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ അത്രയും നാൾ നോട്ട് യൂസ് ചെയ്ത ഒരാളാണ്. നമുക്കിപ്പം ഒരു പാർട്സ് മാറണം, എന്ത് സംഭവമാണെങ്കിലും നമുക്ക് ജെന്യൂനായിട്ട് നമ്മളെ ഫോൺ എങ്ങനെ ഷോറൂം കണ്ടീഷനും നമ്മൾ വാങ്ങി അതുപോലെ ഒരു ഗ്ലാസ് മാറണമെന്നെങ്കിലും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്കിപ്പം ഗ്ലാസ് ഉണ്ടല്ലോ, ഇപ്പം S23 ഒക്കെ ആകുമ്പോഴത്തേക്ക് 45 അങ്ങനെ ഒരു റേഞ്ച് വരുന്നുണ്ട് ഗ്ലാസ് മാറാനായിട്ട്. ഇങ്ങനെ അണ്ടർ വാറണ്ടിയിൽ അല്ലാത്ത, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ റിലീസ് വരുമ്പോൾ 60 എടുക്കുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് എടുക്കുക. ഈ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരും ഫ്രണ്ടിലേക്ക് വരുന്നില്ല, അതാണ് സത്യം. ആരും ഫ്രണ്ടിലോട്ട് വരുന്നില്ല. കാരണം എല്ലാവർക്കും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു ഫോൺ പോയി എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത്, കാരണം എനിക്ക് അത്രയും വാല്യൂ ഉണ്ട്. ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു 1.5 വർഷം യൂസ് ചെയ്തിട്ട് ഈ ഫോൺ കൊടുക്കണം. എനിക്കൊരു 50,000 രൂപയെങ്കിലും ഈ ഒരു ഫോൺ കൊടുക്കുമ്പം ഞാൻ മുന്നിൽ കണ്ടിട്ടാണ് ഈ ഒരു ബ്രാൻഡ് ഞാൻ പർച്ചേസ് ചെയ്തത്. അതിന് പോലും എനിക്ക് വിലയില്ലാത്ത രീതിയിൽ എൻ്റെ ഫോൺ ഇന്ന് മാറി. അത് നമ്മുടെ മിസ്റ്റേക്കാണോ? ഇപ്പോൾ എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മ. നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടാണ്, നമ്മളുടെ പ്രോബ്ലം കൊണ്ടല്ല ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരിപ്പോൾ ടെക്നോളജി മറ്റ് സംഭവങ്ങളിലൊന്നും അവരെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ അമ്മ ഉടനെ, അപ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നി. നമുക്ക് എന്ത് സംസാരിക്കാൻ? അവരെന്നോട് പറഞ്ഞൊരു കേസാണ്, ഇത് കണ്ടോ, എൻ്റെ ഫോൺ കണ്ടോ, 10-12 രൂപയേ ആയിട്ടുള്ളൂ, ഞാനിപ്പോൾ എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ? 1,00,000 രൂപയ്ക്ക് ഫോൺ വാങ്ങാൻ പോയി. നമ്മൾ അവരുടെ അടുത്ത് എന്താ പറയുക? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ സൈഡിൽ ചിന്തിക്കുമ്പോൾ ശരിയല്ലേ, നമ്മൾ ഇത്രയും പൈസയ്ക്കൊരു ഫോണ് ബ്രാൻഡിനെ വിശ്വസിച്ച് വാങ്ങിയിട്ട് നമുക്ക് കിട്ടുന്ന സർവീസ്, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് തന്നത്? ഈ ലാസ്റ്റ് ഈ ഗ്രീൻ ലൈൻ, ഇല്ലെങ്കിൽ ഓരോ ലൈന് ഇത് അപ്ഡേഷനാണോ എന്താണോ? എല്ലാ ബ്രാൻഡുകളും ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നെങ്കിലും പറയും. നമ്മളുടെ ഈ ഒരു ബ്രാൻഡ് എന്താ ചെയ്യുന്നത്? ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളുടെ ഇതുകൊണ്ടല്ല. ഇപ്പോഴും ഈ ഒരു പറയുന്നുണ്ടല്ലോ 50 എടുത്തിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എടുത്തു അവർ
അവർ എന്നിട്ടും അത് യൂസ് ചെയ്യുന്നത് റീസെയിൽ വാല്യൂ ഇല്ലെങ്കിൽ നമുക്ക് കൊടുത്താലും വർത്താണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഇല്ലെങ്കിൽ ആ ഒരു ഫോൺ യൂസ് ചെയ്തതിൻ്റെ കംഫർട്ടായിരിക്കും, പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ബട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ലീഗൽ സൈഡോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഫേസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളുടെയൊക്കെ ഒപ്പീനിയൻ അറിയണമെന്നുണ്ട്. കാരണം എനിക്കിത് എന്തായാലും എന്തെങ്കിലും ഒരു രീതിയിൽ മൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ആഗ്രഹം കൊണ്ടല്ല, ഞാൻ എൻ്റെ ഡേറ്റാസും എല്ലാം ഞാൻ സഫർ ചെയ്തതിൻ്റെ കാര്യം ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം. കാരണം ഇനി വരുന്ന ആൾക്കാരായിരുന്നാലും ഈ ഫോൺ എടുത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ അത് വിഷമമുണ്ട്. നമ്മളില്ലെങ്കിൽ നല്ല വലിയൊരു യൂട്യൂബറാണ്, ഇല്ലെങ്കിൽ നല്ല മണിയും ഏണിങ്സും ഉള്ള ആൾക്കാരാണ്. പിന്നെ ഈ ഏണിങ്സ് ഉള്ളവരായിരുന്നാലും യൂട്യൂബേഴ്സ് ആയിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വർഷത്തിനുള്ളിൽ അവർ അടുത്ത ഫോൺ ഇറങ്ങുമ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വാറണ്ടിയിലാണ് അപ്പോഴും. അവർക്ക് പിന്നെയും പറഞ്ഞ് അല്ലെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അവർ അടുത്ത 15 ഇറങ്ങുന്നോ അന്ന് തന്നെയോ, ഇല്ലെങ്കിൽ കമ്പനീസ് തന്നെ ഡയറക്റ്റ് അവർക്ക് വിളിച്ച് പ്രൊമോഷനായിട്ട് തന്നെ അവർക്ക് അടുത്ത ഡയറക്റ്റ് അപ്ഗ്രേഡ് കിട്ടുകയാണ്. നമ്മളിപ്പോഴുള്ള സാധാരണ ആൾക്കാർ പൈസ കൂട്ടി വെച്ചില്ലെങ്കിൽ പൈസ എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി ഈ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ അത് നിങ്ങളിനി എടുക്കാൻ പോകുന്നവരായാലും ആലോചിക്കേണ്ടതാണ്. അതിനെയും കാട്ടി ബെറ്റർ ഓപ്ഷൻ ഞാൻ പറയുന്നു, ഒരു ക്യാമറ നിങ്ങൾ എടുക്കുക. ഞാനിപ്പം പറയുന്നുണ്ട്, നിങ്ങൾ സാധാരണ ഒരു ഫോൺ യൂസ് ചെയ്യുക, ഒരു ക്യാമറ എടുക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് DJIയുടെയൊക്കെ ഒരുപാട് ക്യാമറാസ് ഉണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് സർവീസിന് അയക്കാം, വാറണ്ടിക്ക് അയക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവത്തിനായിരിക്കും കേടുപാടുണ്ടാകുന്നത്, ചിലപ്പോൾ ലെൻസ് മാറ്റണം, ഇതൊക്കെ ആയിരിക്കും. ഇത് ഇത്രയും വിലയ്ക്ക് നമ്മൾ ഈ ഫോൺ എടുത്ത് നമ്മൾ എടുക്കുന്ന എന്തിനാണ്? ഇപ്പോൾ എടുക്കുന്ന നമ്മളല്ല, ഇപ്പം എനിക്കാണെങ്കിൽ ഞാനിത് എടുത്ത് എന്തിനാണ്? ക്യാമറ പർപ്പസിന് വേണ്ടിയിട്ട്. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വന്നു, ഒന്നും വന്നില്ല, ഈ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫുള്ള് ഡെഡായി. ഇത്രയും പൈസ ഡെഡായെന്നല്ലാണ്ട് ഒരു യൂസേജും ഇല്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നതാണ്, ഞാൻ ഇനി ആയിരുന്നാലും ഈ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് ഞാൻ പോകത്തില്ല. കാരണം ഞാൻ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ആയിരുന്നാലും ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ക്യാമറ ആയിരിക്കും. കാരണം ക്യാമറ എടുത്തു വെച്ചാൽ എനിക്ക് അതാണ് യൂസ്. അതിലെനിക്ക് വീഡിയോസ് ചെയ്യാം. എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടും എൻ്റെ ഒരു ഡെഡ് മണി ആയിട്ട് പോകത്തില്ല. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതെൻ്റെ കയ്യിൽ നിന്ന് ലോസായി പോകണം. അപ്പോഴായിരിക്കും എനിക്ക് ആ ഒരു മണി എന്ന് പറയുന്നത് വേസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ടാവോ, ഇല്ലെങ്കിൽ ലീഗലി ഇതിൻ്റെ സൈഡ് അറിയാവുന്ന ആൾക്കാരോ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയോ ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക. കാരണം എനിക്ക് വീഡിയോ ഞാൻ ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി.